രവി പുറത്തു പോയിട്ട് തിരികെ വന്ന് ഹാളിലേക്ക് നോക്കിയിട്ട് രമ്യയെ കണ്ടില്ല. നോക്കിയപ്പോൾ തങ്ങളുടെ റൂം അടഞ്ഞു കിടക്കുന്നു. അവൻ പതുക്കെ കതക് തുറന്ന് അകത്തേക്ക് കയറി. കട്ടിലിൽ രമ്യ കിടക്കുന്നു. തിരിഞ്ഞങ്ങോട്ടാണ് കിടക്കുന്നത്. അത് കാരണം മുഖം വ്യക്തമല്ല. അവൻ അരികെ ചെന്ന് കയ്യിൽ തട്ടി വിളിച്ചു. രമ്യ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ മുഖം ചുവന്ന് കലങ്ങിയിരിക്കുന്നു. എന്തു പറ്റി? അവൻ ചോദിച്ചു. ഒന്നുമില്ല, അവൾ പറഞ്ഞു. എന്തോ ഉണ്ടല്ലോ, നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന എന്താ? അമ്മ വല്ലതും പറഞ്ഞോ? അത് ഒന്നുമില്ല അവൾ പറഞ്ഞു. നീ കാര്യം പറ, എന്തോ പറ്റിയിട്ടുണ്ട്, നീ ഉള്ളത് പറ. അവൻ പറഞ്ഞു. അമ്മ ചെറിയ കാര്യങ്ങൾക്ക് വരെ വഴക്ക് പറയുന്നുണ്ടോ ഏട്ടാ? ഒരു കാര്യവും അമ്മ സ്നേഹത്തോടെയല്ല പറയുന്നത്. എപ്പോഴും എന്തോ ദേഷ്യം പോലെയാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. എനിക്ക് സങ്കടം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. അവൻ ചേർത്ത് പിടിച്ചു. നീ വിഷമിക്കാതെ, എല്ലാം മാറും. കുറച്ച് കഴിഞ്ഞ് നമുക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും വീട് വല്ലതും വാടകയ്ക്ക് എടുക്കാം. നീ സമാധാനമായിട്ടിരിക്കുക, എന്തിനും പരിഹാരമുണ്ടല്ലോ. അമ്മ പറയുന്നത് നീ കാര്യമാക്കേണ്ട. അവൻ പറഞ്ഞു. നീ ഫ്രഷ് ആവും, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ രമ്യ ഫ്രഷ് ആവാനായി റൂമിലേക്ക് പോയി. പുറത്തു പോകാനായി ഡ്രസ്സൊക്കെ മാറി അവർ ഇറങ്ങിയപ്പോൾ അമ്മാവിയമ്മ മുന്നിൽ. എവിടെ പോകുന്നു ഇപ്പോൾ? അത് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു, അവൾ പറഞ്ഞു. അവൻ അപ്പോൾ റൂമിൽ നിന്നും വെളിയിലേക്ക് വന്നു. ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു അമ്മ, അവൻ സീരിയസ് ആയിട്ട് സംസാരിച്ചു. പിന്നീട് അവരൊന്നും ചോദിച്ചില്ല. അവർക്ക് മനസ്സിലായി ഇനി എന്തെങ്കിലും ചോദിച്ചാൽ അവൻ എന്തെങ്കിലും പറയുമെന്ന്. അവർ രണ്ടുപേരും കൂടി യാത്ര തിരിച്ചു. ബീച്ചിലും അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടന്നു. ആഹാരമൊക്കെ പുറത്തുനിന്ന് കഴിച്ചു. അതിനുശേഷം രമ്യയുടെ വീട്ടിലേക്ക് പോയി. രമ്യയുടെ വീട്ടിലേക്ക് ചെന്നതും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അമ്മ ഓടി വന്ന് മകളെയും മരുമകനെയും കെട്ടിപ്പിടിച്ചു. എനിക്കാണെങ്കിൽ അങ്ങ് ടെൻഷനായിട്ട് വയ്യായിരുന്നു. ഇവളിങ്ങനെ പിരിഞ്ഞു നിന്നിട്ടില്ലല്ലോ, കണ്ടോളാൻ വയ്യാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ വന്നത്. അങ്ങനെ അമ്മ അവരെ അകത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം മോൾക്ക് എന്തോ വേണോ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇന്ന് നിനക്ക് ഇഷ്ടമുള്ളതാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. മീൻകറിയും ചക്കയും എല്ലാം ഉണ്ട്, എടുക്കട്ടെ ചോറ്? അവളുടെ വയറ് നിറഞ്ഞിരിക്കുകയായിരുന്നുവെങ്കിലും അവൾ അമ്മയുടെ ഭക്ഷണം ആർത്തിയോടെ കഴിച്ചു. അത് രവി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവന് ആഹാരം വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. രവിയേട്ടാ, നമുക്ക് ഇന്നിവിടെ തങ്ങിയാലോ? അവൾ ചോദിച്ചു. ഓ, അതിനെന്താ, നമുക്കിവിടെ നിൽക്കാം, അവൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും നല്ല മനസ്സമാനത്തോടെ സന്തോഷത്തോടെ അവിടെ ചിലവഴിച്ചു. രമ്യയുടെ റൂമിലായിരുന്നു രവിക്ക് കിടക്കേണ്ടത്. രവിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ. രമ്യ ഇനി എന്തെങ്കിലും പറയുമോ? രമ്യയുടെ റൂമിലും അതേ അവസ്ഥ തന്നെയായിരുന്നു. രമ്യ പറഞ്ഞു, അവിടുത്തെ വീട്ടിൽ ഞാനല്ലേ കട്ടിലിൽ കിടക്കുന്നത്, ഏട്ടൻ തറയിലല്ലേ. ഈ വീട്ടിൽ ഏട്ടൻ കട്ടിലിൽ കിടന്നിട്ട് ഞാൻ തറയിൽ കിടക്കാം. അവൾ കൊച്ചു കുട്ടിയോടെന്നോണം രവിയോട് സംസാരിച്ചു. രവിയുടെ ഉള്ളിൽ ഒരു നീറ്റലുണ്ടായിരുന്നുവെങ്കിലും അവളുടെ ഇഷ്ടത്തിന് രവി സമ്മതിച്ചു. ഓ, അതിനെന്താ, നീ കട്ടിലിൽ കിടന്നോ, ഞാൻ തറയിൽ കിടക്കാം. പോ രവിയേട്ടൻ, ഞാൻ എന്തോ പറഞ്ഞത്. രവിയേട്ടൻ കട്ടിലും ഞാൻ തറയിലും. ഓ ശരി ശരി. അങ്ങനെ അവർ അങ്ങനെ കിടന്നു. രവി കട്ടിലിൽ കിടന്നുകൊണ്ട് രമ്യയെ നോക്കി, രമ്യ രവിയെയും. രവി അവളെ നോക്കി ചോദിച്ചു, നിനക്ക് ഈ വീട്ടിൽ വന്നപ്പോൾ സന്തോഷമുണ്ടല്ലേ? പിന്നെ ഇല്ലാതെ. അവിടെ നിന്നെ അമ്മ നന്നായിട്ട് ശകാരിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ വിഷമിക്കാതെ, കുറച്ച് ദിവസം കൂടെ നമുക്കവിടെ നിന്നാൽ മതി. നമുക്കവിടെ നിന്ന് മാറാം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ ബുദ്ധിമുട്ടൊക്കെ. അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്. അമ്മ രമയോടും അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് വാടക വീട്ടിലേക്ക് മാറേണ്ട വന്നത്. നാട്ടിലെ ചടങ്ങ് അങ്ങനെയല്ലേ, നമ്മൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകണമെന്നാണല്ലോ. അതുകൊണ്ടാണ് ആ ഒരു ചടങ്ങ് ഒഴിവാക്കാഞ്ഞത്. മാത്രമല്ല അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു ഞാൻ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയോടൊപ്പം ജീവിക്കണമെന്നുള്ളത്. കാരണം രമയും ഞാനും അവിടെ അങ്ങനെ ജീവിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ അമ്മയോടൊപ്പം ജീവിക്കാൻ നിനക്ക് നല്ല ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. കുഴപ്പമില്ല, നമുക്ക് മാറാം. നോക്കട്ടെ അമ്മയുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന്. ചിലപ്പോൾ നമ്മളിനി മാറുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അമ്മ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ചാൻസ് ഉണ്ട്. ആകപ്പാടെയുള്ള ഒരു മോനാണല്ലോ ഞാൻ. അമ്മയ്ക്ക് ആൺകുട്ടികളോട് ഭയങ്കര സ്നേഹമാണ്. ചിലപ്പോൾ മാറും. അവനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരമൊക്കെ കാര്യം പറഞ്ഞ് അവർ പതുകിയെ ഉറങ്ങി. അതിനുശേഷം നേരം വെളുത്തപ്പോൾ ആരും വിളിച്ചില്ല. അമ്മയ്ക്കറിയാം
മുമ്പൊക്കെ അമ്മ രാവിലെ പഠിക്കാൻ പോകുമ്പോഴൊക്കെ തട്ടി വിളിക്കുമായിരുന്നു. ഇപ്പോൾ മറ്റേ വീട്ടിലെ അമ്മായിയമ്മയുടെ സ്വഭാവമൊക്കെ ഏകദേശം അമ്മയ്ക്ക് അറിയാം. അവൾ ഉറങ്ങട്ടെ അമ്മ വിചാരിച്ചു. അങ്ങനെ ഒരു 8 മണി കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് വന്ന് പോയി കുളിച്ച് അമ്മയോടൊപ്പം അടുക്കളയിൽ ഇരുന്നു. അവിടുത്തെ വീട്ടിലെ വിശേഷങ്ങളും അവിടുത്തെ അമ്മയുടെ കാര്യവുമൊക്കെ കുറേ സംസാരിച്ചു. നീ കുറച്ചൊക്കെ സഹായിക്കണം മോളെ, അതുകൊണ്ടായിരിക്കും അവർക്ക് ദേഷ്യം വരുന്നത്. നിനക്ക് എന്തെങ്കിലും അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്കണം, ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞു തരില്ലേ, അമ്മ അവളെ ഉപദേശിച്ചു. അതല്ലമ്മേ, എന്തെങ്കിലും കാര്യമായിട്ട് ചോദിച്ചാൽ പോലും അമ്മ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. നിന്നെ അമ്മ ഒന്നും പഠിപ്പിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അവരുടെ രീതി അങ്ങനെ, നീ കാര്യമാക്കണ്ട. നിനക്ക് എന്തെങ്കിലും സഹായത്തിന് സ്നേഹിക്കാനും രവിയുണ്ടല്ലോ, അവർ പറയുന്നതൊന്നും നീ കണക്കിലെടുക്കണ്ട. നിനക്ക് എന്തെങ്കിലും പാചകത്തിൻ്റെ അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. അതിനെന്താ, അമ്മ പറഞ്ഞു തരില്ലേ. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തു. നീ വൈകുന്നേരം രവിയേട്ടൻ്റെ വീട്ടിലേക്ക് പോകണം. 2 ദിവസം അവൾക്ക് സുഖമായിരുന്നു. അമ്മ സമയത്ത് ആഹാരം ഉണ്ടാക്കി വയ്ക്കും, ഇഷ്ടം പോലെ കിടക്കാം, TV കാണാം, രവിയേട്ടനോട് പോയി പുറത്തൊക്കെ പോയി കറങ്ങാം. അമ്മയ്ക്കും അച്ഛനും ഒന്നും ഒരു പ്രശ്നവുമില്ല. അവിടെയാണെങ്കിൽ അമ്മായി അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് ഞാനും രവിയേട്ടനും അടുത്തടുത്തിരിക്കുന്നതും ഞങ്ങൾ പുറത്തേക്ക് പോകുന്നതുമൊക്കെ. ഇവിടെ എന്താ സുഖം. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ചായയൊക്കെ കുടിച്ച് അവർ ഇറങ്ങാൻ സമയമായി. അവളുടെ മനസ്സിൽ ടെൻഷൻ കൂടി. അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ അവരുടെ മുഖം അത് ഓർക്കും തോറും അവൾക്ക് ഭയം കൂടി. അങ്ങനെ അവർ രണ്ടുപേരും ഒരുങ്ങിയിറങ്ങി. അമ്മയും അച്ഛനെയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അവർ ഇറങ്ങി. രവിയുടെ വീട്ടിൽ ചെന്നതും അമ്മാവിയമ്മ പൂമുഖത്ത് തന്നെ ഇരിപ്പുണ്ട്. അവരുടെ മുഖം കണ്ടപ്പോൾ അവൾക്ക് എന്തോ പന്തികേടുണ്ടെന്ന് തോന്നി. അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ അടുത്ത സ്റ്റോറിയുമായിട്ട് വരുന്നതായിരിക്കും.